എന്തെങ്കിലും അസുഖത്തിന് സർജറീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ വരുന്നത് എന്താ? കീ ഹോൾ സർജറി സാധ്യമാകുമോ എന്നുള്ളതാണ് അല്ലേ? അത് എന്തുകൊണ്ടാണ്? കീ ഹോൾ സർജറീസിൽ മുറിവുകൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് മിനിമം ഹോസ്പിറ്റൽ സ്റ്റേ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്ക് ടു വർക്കിലേക്ക് പോകാം. അതുപോലെ കോസ്മെറ്റിക്കലി ഒരുപാട് ബെനിഫിറ്റ്സും ഉണ്ട്. അതുകൊണ്ടല്ലേ. പക്ഷേ ENT സർജറീസിൽ കീ ഹോൾ വഴി സാധ്യമാണോ? നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ സബിൻ ബംഗാലത്ത്, ENT ഹെഡ് ആൻഡ് നെക്ക് സർജൻ, മലപ്പുറമാണ്. സർ, ENT സർജറീസ് കീ ഹോൾ വഴി സാധ്യമാണോ? കീ ഹോൾ സർജറി എന്ന് പറയുന്നത് കറക്റ്റ് വേർഡ് അല്ല. നമ്മൾ കീ ഹോൾ സർജറീസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത് എൻഡോസ്കോപ്പിക് സർജറീസ് എന്നാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ വരുന്ന ഒരു ഫീൽഡാണ് ENT എന്ന് പറയുന്നത്. ആക്ച്വലി ടെക്നോളജി ഡ്രിവൺ സർജറീസ് എന്നാണ് ഇതിനെ പറയുന്നത് തന്നെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇയർ, നോസ്, ത്രോട്ട് ഇതെല്ലാം നോക്കിയാൽ അറിയാം ഓൾറെഡി ഹോൾ ഈസ് ദെയർ. ബട്ട് നമുക്ക് അങ്ങോട്ടുള്ള ആക്സസ് വളരെ നാരോ ആണ്, ഡീപ്പായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് വിഷ്വലൈസേഷനാണ്. നമുക്ക് എത്ര ഈസി ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് സർജറി ചെയ്യാം. അപ്പോൾ ഇതിനാണ് നമ്മൾ എൻഡോസ്കോപ്പിക് ക്യാമറ സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 100 ടൈംസ് മാഗ്നിഫൈ ചെയ്തിട്ട് തന്നെ നമുക്ക് ഈ ക്യാമറ സിസ്റ്റം സ്ക്രീനിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആക്ച്വലി നമ്മൾ ഫീൽഡിലേക്കല്ല നമ്മൾ നോക്കുന്നത്, നമ്മൾ സ്ക്രീനിലേക്ക് ഇത്രയും മാഗ്നിഫൈഡ് ആയിട്ടാണ് നോക്കുന്നത്. കാരണം നമുക്ക് അറിയാം ENTയിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് നമ്മളെ എല്ലാ ഏരിയയിലും ഉള്ളത്. അതെ, അപ്പം അതൊന്നും ഡാമേജ് ആവാതെ ചെയ്യാൻ ഈ ടെക്നോളജി നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഹാസിൽ ഫ്രീ ആയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഞങ്ങളുടെ സ്ട്രെസ് ലെവലൊക്കെ ഒരുപാട് കുറഞ്ഞു ഈ എൻഡോസ്കോപ്പിക് ക്യാമറ സിസ്റ്റം വന്നതിന് ശേഷം.